ഹേയ് ഓൾ, അപ്പോൾ ഇന്ന് നാട്ടിലത്തെ ഒരു ഈവനിങ് റൊട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് ഏകദേശം വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 10 days ലീവിന് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ നേരെ മുൻപിൽ തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇപ്പം 5:30 കഴിഞ്ഞ് അമ്പലത്തിൽ ഭക്തിഗാനം വെക്കും കേട്ടോ. അപ്പം അമ്മ ദേ ഏകദേശം വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയിലാണ്. അപ്പം ഞാനും ഇതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഒന്ന് പുറത്തിറങ്ങി നോക്കാം. അടുക്കളയിലുള്ള അമ്പാഴങ്ങയാണ് കേട്ടോ. ഇനിയുണ്ടേ, ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. അതേപോലെ ഇനിയുണ്ട് കണ്ടോ. നല്ല കിളികളുടെ കരച്ചിലേക്ക് നമ്മുടെ അടുക്കളയിലത്തെ വ്യൂ ആണ് കേട്ടോ. ഞാനിത് ഒന്നും അറിയാതെ ഈവനിങ് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാവരും ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് എന്നെ വിളിച്ചതാണ് ഇപ്പോൾ കേട്ടത്. ഞാനിത് ആ പൊട്ടിച്ച അമ്പാഴങ്ങ എടുത്ത് വേഗം കാറിലേക്ക് കയറി. ഓൾറെഡി ഞങ്ങൾ കുറച്ച് മുൻപ് പുറത്ത് പോയി വന്നേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മളിത് വീടിൻ്റെ അടുത്തുള്ള ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതേ ക്യാമറ കണ്ടപ്പോൾ ഒരാൾ ഷോ കാണിച്ചത് കടലിൽ നിലത്ത് പോയി. പക്ഷേ ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു. ബട്ടർഫ്ലൈ മൊമെന്റ്. അപ്പം ഞാൻ ദേ കുറേ നേരം തിരമാലകളുടെ ഒക്കെ അവിടെ നിന്ന് വെള്ളത്തിൽ ആകെ കളിച്ച് ഞാൻ മുഴുവനും മുട്ടിന്റെ അതുവരെ അങ്ങനെ ചാട്ടനും ചേച്ചി മുന്നേക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ നേരെ പോയി ഫലൂദയൊക്കെ കഴിച്ച് ദേ സ്ട്രേറ്റ് ടു ഹോം. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ അതെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഫലൂദയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെ ഞാനും കുറച്ചു നേരം അമ്മയുടെ കൂടെ ഇരുന്ന് സീരിയൽ കാണാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് സീരിയലൊക്കെ ഇടയ്ക്ക് ഇരുന്ന് കാണാൻ. അങ്ങനെ അതെ നമുക്ക് ഇന്ന് നേരെ ഒന്ന് അടുക്കളയിലേക്ക് പോയി നോക്കാം. ഇത് ചേട്ടനും അനിയനും കൂടിയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ഏതുവരെ എത്തി, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പം ഇത് കേരളത്തിലെ മിക്ക വീടുകളിലും കാണുന്ന കാഴ്ചയാണ്. നമ്മുടെ പറമ്പിലുണ്ടായ പഴം കെട്ടിവെച്ചിരിക്കുകയാണ്. നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ അമ്മ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. ഈ കാണുന്ന റോള് കംപ്ലീറ്റ് അമ്മ ഹോർലിക്സ്, മെക്രോണി, ജാം, ബ്രൂ, കോഫി മേറ്റ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ആക്കി വെച്ചേക്കുന്നത്. ആ റോ കംപ്ലീറ്റ് ആണ്. അപ്പൊ ഇത് 2 ചിക്കനാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇത് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയാണ് കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ. ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ ഇതൊന്ന് ആവാൻ. ഫൈനലി ഇത് ചിക്കൻ റെഡി ആയിട്ടോ. നല്ല അടിപൊളി ഹോം മെയ്ഡ് ഗ്രിൽ ചിക്കൻ റെഡി. ചിക്കനിലേക്ക് നല്ല അടിപൊളി ചൂട് പൊറാട്ട ഉണ്ട്. അങ്ങനെ ചിക്കൻ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഉപ്പിട്ട സോഡ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നാട്ടിൽ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.